ഹലോ, നമ്മൾ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും തന്നെയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പം എങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാക്കാം എന്നുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തും. അങ്ങനെ ഞാനിവിടെ വന്ന് നടത്തിയ ഗവേഷണങ്ങളിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത് കേട്ടോ. ചിലപ്പം ഇത് വെക്കുന്ന ഒരുപാട് പേര് കാണുമായിരിക്കും. ഇത് വെക്കാനായിട്ട് ഒരു പാൻ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് പൊട്ടിക്കുക, അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക, പിന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുത്ത ഒരു ഒണിയനും അതുപോലെ വെൽ പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ മുളക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ കുറച്ച് ക്യാബേജും നമുക്ക് ഒരാൾക്ക് പോരെ, അതനുസരിച്ചാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കോമ്പിനേഷൻ ഹൈ ഇൻ ഫൈബറായി, ഫൈബർ പാർട്ട് ഇവിടെ ഒരു നന്നായിട്ട് എൻറിച്ചായി. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ മസാലകളാണ്. കയ്യിൽ ഏതാണോ മസാലകൾ, ഏതാണോ ഫേവറായിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ആവിക്ക് ഞാൻ മാറ്റി വെച്ചു. ഇതൊന്ന് ആവി കയറി വരുമ്പോഴത്തേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പയറിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടീൻ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റും ഒന്ന് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഈ കോമ്പിനേഷനിലുള്ള നമ്മുടെ അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സോക്ക്ഡ് ചെറുപയറാണ്. ഇത് ആദ്യമേ ആഡ് ചെയ്യാതിരുന്നത് കാരണം ഇതിന് കുറച്ച് വേവുള്ളൂ. ഇതെല്ലാം തന്നെ നമുക്കൊരു സലാഡ് പോലെ വെറുതെ അരിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ സാധനങ്ങളുമാണ്. സോ ഇതെല്ലാം കൂടെ ഒന്ന് ആവി കയറ്റി എന്നേ തോന്നുള്ളൂ കണ്ടാൽ. അപ്പം ഈ ചെറുപയറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പം നമ്മൾ ആഡ് ചെയ്ത എല്ലാ സാധനവും കൂടെ ഒന്ന് വേവാൻ വെയിറ്റ് ചെയ്ത ശേഷം ഇനിയിപ്പോൾ പ്രോട്ടീൻ ഒന്നും കൂടെ ഒരു ലെവലും കൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു മുട്ട എടുക്കുക, അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ആ മുട്ട നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത ശേഷം അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ലഞ്ച് ഡിന്നർ ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ കറിയായിട്ട് കഴിക്കാൻ പറ്റിയ സാധനമാണ്. നിങ്ങൾ ഇതുപോലെ വെറൈറ്റികൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.